ഇന്നസെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാസ്യവേഷങ്ങൾക്ക് പ്രത്യേക ഒരു തരം ഭാവം നൽകിയ ഒരു നടനായിരുന്നു ഇന്നസെൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥാപാത്രങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. അതിലെടുത്ത് പറയേണ്ടത് ഗോഡ് ഫാദറിലെ സാമിയേട്ടൻ എന്ന കഥാപാത്രം വളരെയധികം പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു. അതുപോലെ റാംജി റാവ് സ്പീക്കിങ്ങിലെ മാന്നാർ മത്തായി വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട വിജയിച്ച ഒരു ചിത്രമായിരുന്നു റാംജി റാവ് സ്പീക്കിംഗ്. അതിൻ്റെ രണ്ടാം ഭാഗം വന്ന മാന്നാർ മത്തായി സ്പീക്കിങ്ങും അതുപോലെ തന്നെ വൻ വിജയം നേടിയ ഒരു ചിത്രമായിരുന്നു. അതുപോലെ തന്നെ മണിച്ചിത്രത്താഴിലെ കഥാപാത്രം പ്രേതത്തെ കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്ന ആ അഭിനയം എല്ലാം വളരെയധികം പ്രേക്ഷകരെ ചിരിപ്പിച്ച ഒരു വേഷമായിരുന്നു. അതുപോലെ തന്നെ കാബൂളിവാലയിലെ മന്ദബുദ്ധിയായ കഥാപാത്രം ജഗതിയുടെ കൂടെ വളരെയധികം മികച്ചൊരു കഥാപാത്രമാണ്. ഡോക്ടർ പശുപതിയിലെ ഡോക്ടറുടെ വേഷം അതുപോലെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രമായിരുന്നു. അതുപോലെ തന്നെ അഴകിയ രാവണൻ എന്ന ചിത്രത്തിലെ കഥാപാത്രം സിനിമയിൽ അഭിനയിക്കുന്ന ഒരു രംഗം വളരെയധികം ആളുകളെ ചിരിപ്പിച്ചൊരു കഥാപാത്രമായിരുന്നു. എത്ര പ്രാവശ്യം പറഞ്ഞാലും ഡയലോഗ് തെറ്റിപ്പോകുന്ന കഥാപാത്രം. അതുപോലെ തന്നെ കിലുക്കം എന്ന ചിത്രത്തിലെ കഥാപാത്രം, ചിത്രത്തിലെ നായികയായ രേവതി ഇന്നസെൻറ്റിന് ലോട്ടറി അടിച്ചു എന്ന് വെറുതെ പറഞ്ഞ് കബളിപ്പിച്ച് കൊടുക്കുന്നൊരു കഥാപാത്രം. ലോട്ടറി അടിച്ചെന്ന് കരുതി സ്വന്തം മുതലാളിയെ പോയി ചീത്ത പറയുന്നതും അസഭ്യം പറയുന്നതും വീണ്ടും ലോട്ടറി അടിച്ചിട്ടില്ല എന്നറിഞ്ഞ് വീണ്ടും ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് മാപ്പ് ചോദിക്കുന്നതുമെല്ലാം കഥാപാത്രം പ്രേക്ഷകരെ വളരെയധികം ചിരിപ്പിച്ച ഒരു വേഷമായിരുന്നു. അതുപോലെ തന്നെ മിഥുനം എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ ജ്യേഷ്ഠനായി അഭിനയിച്ച കഥാപാത്രം, വ്യവസായ സ്ഥാപനം പരിശോധിക്കാൻ വരുന്നൊരു ഓഫീസറെ മുഖത്തടിക്കുന്ന ഒരു കഥാപാത്രം. അങ്ങനെ ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം പറഞ്ഞാൽ തീരില്ല. ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് പ്രേക്ഷകർക്ക് സമ്മാനിച്ച ഒരു വലിയ പ്രതിഭ തന്നെയായിരുന്നു ഇന്നസെൻറ്റ്.